ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായും വെട്ടിക്കുറച്ചെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. ആസിയാൻ ഉച്ചകോടിയിൽ എത്തിയപ്പോഴാണ് പ്രതികരണം. വൻ ശക്തിയായി വളർന്നുവരുന്ന ഇന്ത്യ ട്രംപിന്റെ കാൽ കീഴിന് താഴെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ട്രംപ് ആവർത്തിച്ച് ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ നടത്തുന്നത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ചൈന ഗണ്യമായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഇന്ത്യ പൂർണ്ണമായും വെട്ടിക്കുറച്ചു. ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെട്ടെന്നും ട്രംപ് വീണ്ടും ആവർത്തിക്കുകയുണ്ടായി. ഇതാദ്യമായല്ല ഈ അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന വാദവുമായി മുമ്പ് ട്രംപ് രംഗത്തെത്തിയിരുന്നു. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള വലിയ ചുവടുവെപ്പെന്ന വിശേഷണത്തോടെയായിരുന്നു ട്രംപിന്റെ ഈ അവകാശവാദം. ഇന്ത്യ എന്നും US-ന്റെ വിശ്വസ്തനായ പങ്കാളിയാണെന്നും ചൈനയെ കൊണ്ടും ഇത് ചെയ്യിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെടുകയുണ്ടായി. എന്നാൽ ഈ വാദം ഇന്ത്യ തള്ളുകയും ചെയ്തു. റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നിർത്താത്തത് ചൂണ്ടിക്കാട്ടിയാണ് മുമ്പ് ഇന്ത്യക്കെതിരെ US ഇരട്ട തീരുവ ചുമത്തിയത്. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചൈനയും കുറയ്ക്കുകയാണെന്ന് ട്രംപ് ആവർത്തിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയവും ചർച്ച ചെയ്യുമെന്നും ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് US ചൈന കൂടിക്കാഴ്ച നടക്കുന്നത്. ഇത് നിലവിലെ വ്യാപാര യുദ്ധത്തിന് താൽക്കാലിക വിരാമമായേക്കുമെന്നാണ് പ്രതീക്ഷ. അതേസമയം ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ലെന്ന് അടുത്തിടെ അറിയിച്ചിരുന്നു. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ താൻ മലേഷ്യയിലെ കോലാലംപൂരിലേക്ക് പോകില്ലെന്ന് പ്രധാനമന്ത്രി എക്സിൽ പങ്കുവച്ച കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു. പകരം വെർച്വലായി സമ്മേളനത്തിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനെ ഇക്കാര്യം പ്രധാനമന്ത്രി അറിയിക്കുകയായിരുന്നു. അവസാന നിമിഷം പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് നയതന്ത്ര നീക്കമെന്നാണ് വിലയിരുത്തൽ. 2014 മുതൽ 2019 വരെ എല്ലാ വർഷവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020-21 വർഷങ്ങളിൽ ഉച്ചകോടി നടന്നില്ല. 2022 നടന്ന ഉച്ചകോടിയിൽ മോദി പങ്കെടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 2 തവണയും അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുത്തിരുന്നു. അതേസമയം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഇന്ത്യയിലേക്കുള്ള വരവ് പൂർണ്ണമായി തടയാൻ അമേരിക്കയുടെ ഉപരോധത്തിന് കഴിഞ്ഞേക്കില്ലെന്നാണ് റിപ്പോർട്ട്. ഉപരോധവുമായി ബന്ധപ്പെട്ട് ചില പഴുതുകൾ പ്രയോജനപ്പെടുത്തി എണ്ണ വീണ്ടും ഇന്ത്യയിലെത്താൻ സാധ്യത ശക്തമാണ്. റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്കാണ് അമേരിക്ക ബുധനാഴ്ച ഉപരോധം കൊണ്ടുവന്നത്. ഈ 2 കമ്പനികൾക്കു മാത്രമാണ് ഉപരോധം. ഇവരുടെ എണ്ണ വിൽക്കുന്നതിന് ഉപരോധം ബാധകമല്ലാത്ത മേഖലകളുണ്ട്. ഇവിടങ്ങളിൽ നിന്നുള്ള കമ്പനികൾ വഴി ഇടപാടുകൾ തടസ്സമാകില്ലെന്നും ഇന്ത്യൻ കമ്പനികൾക്ക് നിയമലംഘനമില്ലാതെ എണ്ണയെ എത്തിക്കാനായി സാധ്യതകളുണ്ടെന്നുമാണ് എണ്ണ സംസ്കരണ മേഖലയിലുള്ളവർ സൂചിപ്പിക്കുന്നത്. അതേസമയം ഉപരോധം രാജ്യത്ത് ഡിസംബറിലെ എണ്ണ ലഭ്യതയിൽ കുറവ് വരുത്തിയേക്കും. ഡിസംബറിൽ വിതരണത്തിന് നേരത്തെ തന്നെ ഓർഡർ നൽകിയിട്ടുള്ളതാണ്. ഉപരോധം മറികടക്കുന്നതിന് കമ്പനികൾ സജ്ജമല്ലാത്തതിനാൽ വിതരണത്തിൽ തടസ്സമുണ്ടാകുമെന്ന് എണ്ണ കമ്പനികൾ സൂചന നൽകി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.